വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു മീറ്റ് പപ്സിൻ്റെ റെസിപ്പി ആയിട്ടാണ് ഇന്നിവിടെ വന്നിരിക്കുന്നത്. അതിനായിട്ട് 1/2 കിലോ ബീഫ് ചെറുതായി അരിഞ്ഞ് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. അതിനായിട്ട് ഇവിടെ എടുത്തിരിക്കുന്നത് 2 മീഡിയം സൈസ് സവാള അരിഞ്ഞത്, ഒരു പച്ചമുളക്, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി അരിഞ്ഞത്, 4 അല്ലി വലിയ വെളുത്തുള്ളി, ആവശ്യത്തിന് കറിവേപ്പില. ആദ്യമായിട്ട് എടുത്തു വച്ചിരിക്കുന്ന ബീഫ് ഒരു ചെറിയ കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. കൂടെ എടുത്തു വച്ചിരിക്കുന്ന പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, കറിവേപ്പില, എടുത്തു വച്ചിരിക്കുന്നതിൽ നിന്നും പകുതി സവാള ഇട്ട് കൊടുക്കാം. അടുത്തതായി ഇതിലേക്ക് 1 ടീസ്പൂൺ ഉപ്പ്, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, പകുതി നാരങ്ങയുടെ നീര്, 1 ടീസ്പൂൺ ഗരം മസാല. ഇതെല്ലാം നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അടച്ചു വെച്ച് മീഡിയം ഫ്ലെയിമിൽ വേവിക്കാൻ വയ്ക്കാം. കിട്ടുന്ന ബീഫിനനുസരിച്ച് വേവിൽ വ്യത്യാസമുണ്ടാകും. നാട്ടിൽ കിട്ടുന്ന ബീഫിന് കുറച്ച് വേവ് കൂടുതലുണ്ടാകാം. ഞാനിവിടെ എടുത്തിരിക്കുന്ന ബീഫ് 2 വിസിലാകുമ്പോഴേക്കും വെന്ത് കിട്ടും. ഇപ്പോൾ കുക്കറിൻ്റെ പ്രഷറൊക്കെ നല്ലപോലെ പോയിട്ടുണ്ട്. തുറന്ന് നോക്കാം. ബീഫ് ഇപ്പോൾ പാകത്തിന് വെന്തിട്ടുണ്ട്. കുറച്ച് ചൂടാറിയതിന് ശേഷം മിക്സിയുടെ ജാറിലേക്ക് ബീഫിൻ്റെ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം. ബാക്കിയുള്ള ഗ്രേവി പിന്നീട് ഉപയോഗിക്കാനായിട്ട് നമുക്ക് മാറ്റി വയ്ക്കാം. മിക്സിയുടെ ജാറിൽ 1-2 പ്രാവശ്യം ഒന്ന് കറക്കിയെടുത്താൽ മതി. അപ്പോൾ ഇതുപോലെ ആയിക്കിട്ടും. അടുത്തതായി പാൻ വെച്ച് ചൂടാകുമ്പോഴേക്കും അതിൽ 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. അതിലേക്ക് നേരത്തെ അരിഞ്ഞു വെച്ചതിൽ നിന്ന് ബാക്കിയുണ്ടായിരുന്ന സവാളയും അതിൻ്റെ കൂടെ കുറച്ചുകൂടെ കറിവേപ്പില ഞാൻ ചെറുതായിട്ട് അരിഞ്ഞ് ആഡ് ചെയ്തിട്ടുണ്ട്. സവാളയൊന്ന് മൂത്ത് ലൈറ്റ് ബ്രൗണിഷ് കളറാകുമ്പോഴേക്കും ബീഫ് ആഡ് ചെയ്ത് കൊടുക്കാം. നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് നേരത്തെ മാറ്റി വെച്ചിരുന്ന ഗ്രേവി അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഏകദേശം 1 മിനിറ്റ് കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഒത്തിരി ഡ്രൈ ആയി പോകരുത്. ചെറിയൊരു നനവോട് കൂടി തന്നെ ഫ്ലെയിം ഓഫ് ചെയ്യാം. ഞാനിവിടെ ഈ ഒരു ഷേപ്പിലുള്ള പഫ് പേസ്ട്രി ഷീറ്റാണ് എടുത്തിരിക്കുന്നത്. അത് 4 പീസായിട്ട് മുറിച്ചെടുക്കാം. അതിൻ്റെ ഒരു പീസിലേക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിരിക്കുന്ന ഫില്ലിങ് വെച്ച് കൊടുക്കാം. എന്നിട്ട് ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്ത് എല്ലാ സൈഡും ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. അടുത്തത് ഞാൻ ഈ ഒരു ഷേപ്പിലാണ് ഫോൾഡ് ചെയ്ത് കൊടുക്കുന്നത്. ഒരു ട്രയാങ്കിൾ ഷേപ്പിൽ. നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ നമുക്ക് ഫോൾഡ് ചെയ്തെടുക്കാം. പിന്നെ അടുത്തത് കോർണർ ടു കോർണർ സ്റ്റിക്ക് ചെയ്ത് സാധാരണ എഗ് പപ്സിനൊക്കെ യൂസ് ചെയ്യുന്ന ഒരു ഷേപ്പ്. അങ്ങനെ ബാക്കിയുള്ള ഫില്ലിംഗ് എല്ലാം ഇതുപോലെ റെഡിയാക്കി എടുക്കാം. ഇവിടെ ഒരു എഗ്ഗ് ഇതുപോലെ ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ബേക്ക് ചെയ്യാൻ വെക്കുന്നതിന് മുന്നേ എല്ലാം ഇതുപോലെ ഒന്ന് തേച്ചെടുക്കാം. പ്രീഹീറ്റ് ചെയ്ത ഓവനിലേക്ക് നമുക്കിത് വെച്ച് കൊടുക്കാം. 150 ഡിഗ്രിയിൽ ഏകദേശം ഒരു 25 മിനിറ്റ്സ് വരെ ബേക്ക് ചെയ്യാൻ വയ്ക്കാം. നമ്മൾ ബേക്കറിയിൽ നിന്നൊക്കെ മേടിക്കുന്ന പോലെ നല്ല ലെയറൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട്. ഞാനെടുത്ത ബീഫ് കൊണ്ട് 20 പപ്സാണ് ഇവിടെ ഉണ്ടാക്കിയിരിക്കുന്നത്. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണിത്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തിട്ട് അഭിപ്രായം കമൻറ്റിലൂടെ അറിയിക്കണേ.